ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഞങ്ങളൊരു യാത്ര പോകണം. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ കൂടി ഞങ്ങളൊരു 4 പേര് കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഇത് താഴെ നിൽക്കുന്ന ബാഗിട്ടിരിക്കുന്ന ആണ് സണ്ണിച്ചായൻ്റെ ഒരാഗ്രഹം പറയും. ഇവിടെ വന്ദേ ഭാരതി പോയിട്ടില്ല, നമുക്കൊന്ന് പോയേക്കാം. അങ്ങനെ പോകാൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട് പോയേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ വന്ന് ബസ് ഇറങ്ങി നേരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നല്ല വെടിക്കെട്ട് ആംബിയൻസ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്, നല്ല ആകാശവും. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. വന്ദേ ഭാരത് ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ 4 പേര്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഐറ്റം വന്നു, വന്ദേ ഭാരത് വന്നു. ഞങ്ങൾ അങ്ങനെ ഒരാഗ്രഹം തോന്നി അങ്ങനെ പോയേക്കാന്ന് വെച്ചു. കയറി അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി, എല്ലാവരും സെറ്റായി. ഞാൻ ആദ്യം സൈഡ് പിടിച്ച് നല്ല വ്യൂ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. നല്ല വലിയ വിൻഡോ ഒക്കെ അല്ലേ, കൊള്ളാം, അടിപൊളി. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു എന്നുള്ളൂ എല്ലാവരുടെയും. അങ്ങനെ പോയി. തേറ്റ തൊട്ടപ്പുറം മനോജ്, ഇപ്പുറം സണ്ണിച്ചായൻ, അതിനപ്പുറം അങ്ങേയറ്റം എത്തിയിരിക്കുന്ന മറ്റൊരു മനോജ്. അപ്പം ഞങ്ങൾ 4 പേരുകൂടിയാണ് പോകാൻ പ്ലാൻ ചെയ്ത്. അങ്ങനെ ഇടയ്ക്ക് ചെറിയൊരു രസം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടെത്തി. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു. കൂട്ടുകാരനെ വിളിച്ചു. ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം മാറിപ്പോയി. ഇത് 3rdiലാണ് വന്നു നിന്ന്. പിന്നെ ഫസ്റ്റിൽ പോകേണ്ട വന്നു, അങ്ങോട്ട് വഴി മാറി. പിന്നെ കൂട്ടുകാരനെ വിളിച്ചു, അവനെ അറേഞ്ച് ചെയ്തു. ഞങ്ങളുടെ ഉദ്ദേശം കോഴിക്കോട് വന്ന്, ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് വന്ന് പാരഗണിയിൽ നിന്ന് ബിരിയാണി കഴിക്കണം എന്നൊക്കെയായിരുന്നു. എന്നിട്ട് ഞങ്ങളവിടെ വന്നു. ആ ക്ഷീണത്തിൽ അവിടെ ഇറങ്ങി സ്വല്പം കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വിശപ്പൊക്കെ വരുത്തി ഞങ്ങൾ നേരെ ഇവിടെ വന്ന് പാരാൻ ഹോട്ടലിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്റർ വഴി, കൊള്ളാം കേട്ടോ, റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളി, തകർത്ത്. കേരളം മൊത്തം മാറി, അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ പാരഗണി വന്നപ്പോഴാണ് ദേ കണ്ടോ എന്നോ തിരക്കെന്ന് പറഞ്ഞ്. ഞങ്ങൾ നല്ല കറക്റ്റ് സമയത്താണ് വന്നത് കേട്ടോ. പാരഗണിയിൽ നിന്ന് ബിരിയാണി കഴിക്കാമെന്നുള്ളതാകും. ദേ കണ്ടോ ആൾ നിൽക്കുന്ന കണ്ടോ, ഭയങ്കര ആൾ, തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക്. പിന്നെ ആ കോഴിക്കോടുള്ള കൂട്ടുകാരനെ വിളിച്ച്, അവൻ ഇവിടെ പരിചയം ഉണ്ടായിരുന്നു പുള്ളിക്ക് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അധിക നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അതുകൊണ്ട് ആൾ നിൽക്കുന്നുണ്ട്, ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങളെ അപ്പം വിളിച്ചു കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അകത്തോട് വിളിച്ചു. ഞങ്ങളകത്ത് കയറി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അധികം നേരം വെയിറ്റ് ചെയ്യണ്ട, പക്ഷേ പാവങ്ങൾ എത്ര പേരാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചു, ഞങ്ങളകത്തോട്ട് കയറി. എന്തായാലും ഒത്തിരി നേരം പരിചയമുള്ളതുകൊണ്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങളകത്ത് കയറി സീറ്റ് കിട്ടി. 4 പേർക്കുള്ള കറക്റ്റ് സീറ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അല്ലേ അവിടെ എത്ര നേരം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, പരിചയമുള്ളതുകൊണ്ട്. അപ്പോൾ സീറ്റ് കിട്ടി, ഞങ്ങൾ 4 പേർക്കുള്ള സീറ്റ് കിട്ടി. ഏക്കാലും ഇവിടം വരെ വന്നാലേ എന്ന് പറഞ്ഞു. അപ്പം നല്ല രീതിയിൽ കഴിച്ചേക്കാമെന്ന് വെച്ചു. പ്ലേറ്റ് വന്നു, ബിരിയാണി കഴിക്കാമെന്നുള്ള ആഗ്രഹം. പ്ലേറ്റൊക്കെ നല്ല ചൂട് സ്റ്റെറിലൈസ് ചെയ്ത പ്ലേറ്റൊക്കെയാണ്, എല്ലാം വന്നു. ഞങ്ങൾ രസമല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവരുടെ ഈ ചമ്മന്തി, ഒരു തേങ്ങാ ചമ്മന്തി പോലെ സാധനം, അത് ഫേമസാണ്. തേങ്ങാ ചമ്മന്തി, അച്ചാറ്, സലാഡ്, പപ്പടം. അപ്പം അങ്ങനെ എത്ര ഐറ്റം. ചമ്മന്തി എടുത്തു, അച്ചാറെടുത്തു, പപ്പടം എടുത്തു, സലാഡ് ഒഴിച്ചു. അങ്ങനെ അതാണ് സംഭവം. ഒരാഗ്രഹത്തിന് പുറത്ത് വരുന്നതല്ലേ, ഇതൊക്കെയല്ലേ ഒരു രസം. അങ്ങനെ വന്നു. ബിരിയാണി വന്നു. ഞങ്ങളേക്കാളും കോഴിക്കോട് വരെ വന്നതല്ലേ എന്ന് വെച്ചു മട്ടൻ ബിരിയാണി തന്നെ അങ്ങ് പറഞ്ഞു 4 പേരും. കിടക്കട്ടെന്നേ, രാവിലെ കൊണ്ട് കിടക്കട്ടെന്നേ, മട്ടൻ ബിരിയാണി തന്നെ അങ്ങ് പറഞ്ഞു കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ. പിന്നെ അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. എടുത്തു. നല്ല കിണ്ണം കാച്ചി ബിരിയാണി, ചൂട് മട്ടൻ ബിരിയാണി അങ്ങോട്ട് വിളമ്പി എടുത്തു. ഞാൻ ആദ്യം എടുത്തു, എല്ലാവരും എടുത്തു കേട്ടോ. അതങ്ങ് കൂട്ടി, എല്ലാം കൂടെ കൂട്ടി. ആഹാ, അന്തസ്. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു കേട്ടോ. മനോജും നല്ല സൂപ്പറായിട്ട് എല്ലാം കൂടെ ഇളകി കണ്ടോ. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ, ആഹാ. ഇത് വീഡിയോ കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് വേറെ 2-3 സ്പെഷ്യൽ സ്ഥലത്തൂടെ ഞങ്ങൾ കണ്ടോ. മട്ടൻ നല്ല ടെൻഡർ, നല്ല മട്ടനാണ്. വേറെ 2-3 സ്ഥലത്തൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് അടുത്ത എപ്പിസോഡിൽ കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ കോഴിക്കോടിൻ്റെ പ്രശസ്തമായ കുറച്ച് 2 സ്ഥലങ്ങൾ, അത് അടുത്ത ഇതിൽ കാണിക്കും. അങ്ങനെ പൈസ കൊടുത്ത് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഈ മൊട്ടത്തലയാണല്ലോ മുഴുവൻ ട്രെയിനിനകത്ത്, ചാണകളുടെ കാര്യം. അങ്ങനെ ഒത്തിരി കേട്ടോ, സമ്മതിക്കണം കേട്ടോ, എത്ര പേരാണ്. അങ്ങനെയാണ് ഇത് വന്ദേ ഭാരതിലെ ഞങ്ങളുടെ കോഴിക്കോട് യാത്ര. എല്ലാവരും എൻജോയ് എന്ന് വിചാരിക്കുന്നു. അടുത്ത യാത്ര അടുത്ത എപ്പിസോഡിൽ കാണാം.